ഹായ് ഫ്രണ്ട്സ്, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ പുതിയ ചില പാഠങ്ങളാണ് നാം ഇന്ന് പഠിക്കാൻ പോകുന്നത്. 2, 4, 6, 8, 10, 12, 14, 16, 3, 6, 9, 12, 15, 18, 21, 24, 5, 10, 15, 20, 25, 30, 35. എന്താണ് ഇവയൊക്കെ? ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ ആവർത്തിച്ചുള്ള സങ്കലനം ആയിട്ട് പഠിച്ചിട്ടുള്ള സംഖ്യകളാണ്, അല്ലെങ്കിൽ ചില സംഖ്യകളുടെ ഗുണിതങ്ങളാണ്. 2ന്റെ ഗുണിതങ്ങൾ, 3ന്റെ ഗുണിതങ്ങൾ, 5ന്റെ ഗുണിതങ്ങൾ. ഇവ നമ്മൾ ടേബിളിൽ അല്ലെങ്കിൽ പട്ടികയിലും പഠിക്കുന്നുണ്ട്. 2ന്റെ പട്ടിക, 3ന്റെ പട്ടിക, 5ന്റെ പട്ടിക, ഇങ്ങനെ നമ്മൾ പഠിക്കുന്നു. ഇവയെ സംഖ്യാശ്രേണികൾ എന്നാണ് പറയുന്നത്. സംഖ്യാശ്രേണികൾ അല്ലെങ്കിൽ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ, അല്ലെങ്കിൽ സമാന്തര ശ്രേണികൾ. ഒരേ തരത്തിൽ പുരോഗമിക്കുന്നത് വർദ്ധിച്ചു വരുന്നതുകൊണ്ടാണ് സമാന്തര ശ്രേണികൾ അല്ലെങ്കിൽ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയും. ഇവ തമ്മിലുള്ള ബന്ധങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരേ വ്യത്യാസമാണ് ഓരോ സംഖ്യകളും തമ്മിലുള്ളത്. 5 വീതം കൂട്ടി പോകുമ്പോൾ എവിടെ ചെന്നാലും നമ്മൾ 5 തന്നെയായിരിക്കും വ്യത്യാസം. ഇവിടെ 3 വീതം കൂട്ടി പോകുമ്പോൾ ഏത് സംഖ്യയിൽ ചെന്നാലും 3 തമ്മിൽ ആയിരിക്കും അടുത്തടുത്തുള്ള 2 പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ഇനി ഈ സംഖ്യകൾ തമ്മിലുള്ള ഈ പൊതു വ്യത്യാസത്തിനെ ആണ് നമ്മൾ ഡിഫറൻസ് ബി എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നത്. സമാന്തര ശ്രേണിയിൽ 2 അടുത്തടുത്ത പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസത്തെ പൊതുവ്യത്യാസം അല്ലെങ്കിൽ ഡിഫറൻസ്, കോമൺ ഡിഫറൻസ് എന്ന ഉദ്ദേശത്തിൽ ഡി എന്ന അക്ഷരം കൊണ്ട് നമ്മൾ സൂചിപ്പിക്കും. ഇനി ഏത് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കാണാനും അടുത്തടുത്തുള്ള പദങ്ങളിൽ നിന്ന് വലിയ പദത്തിൽ നിന്ന് ചെറിയ പദം കുറച്ചാൽ നമുക്ക് പൊതുവ്യത്യാസം കിട്ടുന്നതാണ്. ഇനി എ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നത് ആദ്യ പദത്തെയാണ്. എ അല്ലെങ്കിൽ A1 എന്നും സൂചിപ്പിക്കാറുണ്ട്. എ അല്ലെങ്കിൽ A1 എന്ന നമ്പർ എടുക്കുമ്പോൾ, സീരീസ് എടുക്കുമ്പോൾ A1 എന്നും നമ്മൾ പൊതുവായി സൂചിപ്പിക്കുമ്പോൾ എ എന്ന പദം കൊണ്ടുമാണ് സൂചിപ്പിക്കുന്നത്. ഡി എന്ന് പറയുന്നത് A2 മൈനസ് A1 ആയിരിക്കും. ഇതാണ്. അല്ലെങ്കിൽ A3 മൈനസ് A2. ഇങ്ങനെയാണ് പൊതു വ്യത്യാസം നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇനി മറ്റൊരു ശ്രേണിയിലെ മറ്റൊരു പദം കണ്ടുപിടിക്കാൻ ഈ തരത്തിൽ മാത്രമല്ല, ആദ്യത്തെ പദത്തിൻ്റെ കൂടെ നമ്മൾ 3 അങ്ങ് കൂട്ടി. 3 കൂട്ടുമ്പോൾ 5 + 3 8. ഇനി 8, 13, 18, 23, 28, 33, 38. ഇങ്ങനെ നമ്മൾ വന്നാലും അത് ഒരു സമാന്തര ശ്രേണിയാണ്. ആദ്യത്തെ പദത്തിൽ ഒരു വ്യത്യാസം വന്നു, 3 കൂടെ പോയി. ആ വ്യത്യാസം പക്ഷെ തുടർന്ന് വരുന്ന പദങ്ങളുമായിട്ടുള്ള വ്യത്യാസം എപ്പോഴും ഒരേ തലത്തിൽ വരുന്ന ശ്രേണിയിലെ ഏതെങ്കിലും ഒരു പദം കണ്ടുപിടിക്കണം എങ്കിൽ എന്ത് ചെയ്യും? അതിന് AN എന്നാണ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ സൂചിപ്പിക്കുന്നത്. AN, A + n-1 × DN. എത്രാമത്തെ പദം എന്നുള്ളതാണ് n എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ A12 കാണണം. ഏതാണ്? ആദ്യ പദങ്ങൾ നമ്മൾ 8, 13, 18 ഇങ്ങനെയുള്ള ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ 12ാമത്തെ പദം കാണണമെങ്കിൽ ആദ്യത്തെ പദം 8 ആണ്. 8 A12 = 8 അധികം n-1, 12 - 1, 12 - 1 × ഡിഫറൻസ് എത്രയാണ്? 5. അപ്പോൾ 8 അധികം 12 - 1 എന്നുള്ളതാണ് നമ്മുടെ 12ാമത്തെ പദം കണ്ടുപിടിക്കുന്നത്. നമുക്ക് നോക്കാം. 8 അധികം
12 മൈനസ് 1 ഗുണം 5. 12 മൈനസ് 1 11. 5 55. 55 8 63. അപ്പോഴ് നമ്മളിങ്ങനെ സീരീസിൽ എഴുതി നോക്കിയാൽ നമുക്ക് അറിയാം, അല്ലാതെ തന്നെ 12 5 60 ആദ്യം കൂട്ടിയ വ്യത്യാസവും ഇതുമായിട്ട് കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 63 എന്നുള്ളതാണ്. അപ്പൊ 12ാമത്തെ പദം കണ്ടുപിടിക്കുവാൻ ആദ്യത്തെ പദവും പദങ്ങളുടെ എണ്ണത്തിൽ നിന്ന് 1 കുറച്ചതും പിന്നെ എത്ര ഡിഫറൻസ് ഉണ്ടോ അതുകൊണ്ട് ഗുണിക്കുന്നതുമാണ് കോമൺ ഡിഫറൻസ്. അതുകൊണ്ട് ഗുണിക്കുമ്പോഴാണ് നമുക്ക് nth ടേം അല്ലെങ്കിൽ 12th ടേം ആണെങ്കിൽ നമ്മൾ എടുക്കുന്നത് എങ്കിൽ 12ാമത്തെ ടേം ആണെങ്കിൽ 12ാമത്തെ ടേം നമുക്ക് കിട്ടാൻ ആദ്യത്തെ പദം പൊതുവ്യത്യാസത്തെ എത്ര ടേം ഉണ്ടോ അതിൽ നിന്ന് 1 കുറച്ചുകൊണ്ട് ഗുണിച്ചാൽ നമുക്ക് nth ടേം കിട്ടുന്നു. നിശ്ചിത പദങ്ങളുടെ തുക കണ്ടുപിടിക്കാനുള്ള സമവാക്യമാണ് SN is equal to n/2 into 2a plus n-1 into 2. അതായത് കൃത്യമായ പദങ്ങളുടെ എണ്ണം 30 പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കണം എന്നിരിക്കട്ടെ. 30 എന്ന് പറയുന്ന n 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 2a എന്ന് ഉദ്ദേശിക്കുന്നത് ആദ്യത്തെ പദത്തെ 2 കൊണ്ട് ഗുണിക്കുക. അതിനോട് n-1 into d കൂട്ടുക. n-1 എന്ന് പറഞ്ഞാൽ n 30 മൈനസ് 1 into d. അപ്പോ ഇവിടെ 16 അധികം 30 മൈനസ് 1 എന്ന് പറയുന്നത് 29 into d. 29 into 5 145. 16 plus 145 is equal to 161. 161 into 30/2 50. അപ്പോൾ 50 into 161 എന്ന് പറയുന്നത് നമുക്ക് 10 കൊണ്ട് ഗുണിക്കാൻ 1610 അധികം അതിന്റെ പകുതി 805 കൊണ്ട് കൂട്ടിയാൽ മതി. അപ്പോൾ 5 1 8 6 14 2415 എന്ന് കിട്ടും. 2415. ഇനി സമവാക്യം കൂടെ ഉണ്ട്. അവസാനത്തെ ടേം അറിയാമെങ്കിൽ നമുക്ക് n/2 അവസാനത്തെ ടേം a1 പ്ലസ് AL ലാസ്റ്റ് ടേം ഇത് രണ്ടും കൂടെ കൂട്ടിയതിന് ശേഷം അതിന് സംഖ്യകളുടെ എത്ര പദങ്ങളുടെ തുകയാണ് കാണേണ്ടത് അതിന്റെ പകുതി കൊണ്ട് ഗുണിച്ചാൽ 30 പദങ്ങളുടെ തുകയാണ് കാണേണ്ടതെന്നിരിക്കട്ടെ. 8 13 18 എന്ന പ്രോഗ്രഷനിലെ 30 പദങ്ങളുടെ തുകയാണ് കാണേണ്ടതെങ്കിൽ 30 2 ഗുണം A1 പ്ലസ് AL എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ടേം, A1 എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം 8 ആണ്. 8 അധികം ലാസ്റ്റ് ടേം 153 ആണ്. 153. അപ്പോൾ 15 ഗുണം 153 8 161 161. 15 ഗുണം 161 എന്ന് പറയുമ്പോൾ 1610 10 കൊണ്ട് ഗുണിച്ചു പകുതി 805 ഒന്ന് കൂട്ടിയാൽ മതി. 5 1 8 9 1 2415.
15 എന്ന് കിട്ടും. ഇങ്ങനെയാണ് തുടർച്ചയായ പദങ്ങളുടെ തുക കണ്ടെത്തുന്നത്.